ഡിമാൻഡിങ് 3 posters. ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് ദൈവം 3 നിൽപ്പുകൾ ആഗ്രഹിക്കുന്നുണ്ട്. നയമാൻ നിന്നതുപോലെ. 1, അവൻ തലകുനിച്ച് നിന്നെന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണെന്നറിയാമോ? എ ന്യൂ പോസ്റ്റർ ഓഫ് മെഡിറ്റേഷൻ. അവൻ ധ്യാനത്തോടെ നിന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ധ്യാനം ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാ? ഇങ്ങനെ ഒരു വാക്ക് പറയാം, ദൈവം ഓർമ്മയിലിരിക്കുന്നതാണ് ധ്യാനം. എന്തുവാ? ദൈവം ഓർമ്മയിലിരിക്കുന്നത് ധ്യാനം. ദേവാലയത്തിലെ ഇന്ന് രാവിലെ പോയി തലകുനിച്ച് നിന്നില്ലേ? എൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളുടെ ഓർമ്മയിലുള്ളത് കൊണ്ടാണ്. ദൈവം ഓർമ്മയിലിരിക്കുന്നവനെ ധ്യാനത്തോടെ നിന്നു. 2, എ ന്യൂ പോസ്റ്റർ ഓഫ് പ്രൈസ്. ദൈവസന്നിധിയിൽ അവൻ സ്തുതിയോടെ നിന്നു. ദൈവം ഹൃദയത്തിലിരിക്കുന്നതാണ് സ്തുതി. എന്തുവാ? ദൈവം ഹൃദയത്തിൽ വരുമ്പോൾ സ്തുതി ഉണ്ടാകും. 3, എ ന്യൂ പോസ്റ്റർ ഓഫ് വിറ്റ്നസ്. അവൻ സാക്ഷ്യത്തോടെ നിന്നു. ഈ പ്രാരംഭരാത്രി ഈ സഭയോട് കർത്താവ് പറയുന്നു, ഈ 3 നിൽപ്പുകൾ നിങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാ? ധ്യാനത്തോടെ നിന്നു, സ്തുതിയോടെ നിന്നു, സാക്ഷ്യത്തോടെ നിന്നു. അപ്പോൾ ദൈവം നയമാൻ്റെ ജീവിതത്തിൽ പൂർണ്ണ സൗഖ്യം അവന് കൽപ്പിച്ചു. പോകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, എനിക്ക് 2 കോവർ കഴുത ചുമട് മണ്ണ് വേണമെന്ന് പറഞ്ഞു. എന്തിനാ? ഇനി അവിടെ ചെന്നാൽ ഇപ്പോൾ വിശുദ്ധ ഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ദ ത്രെട്ട് ഓഫ് അൺഹോളിനെസ്, അശുദ്ധിയുടെ ഇടങ്ങളിലേക്കാണ് ഞാൻ മടങ്ങുന്നത്. അവിടെ നിൽപ്പാൻ ഒരു 2 കോവർ കഴുത ചുമട് മണ്ണൂടെ വേണമെന്ന് പറഞ്ഞു. എവിടെങ്കിലും ചെന്നാൽ ഈ മണ്ണെ കയറി നിന്നാൽ മതി, ആ സ്ഥലം ആരാകും? വിശുദ്ധിയുള്ളതാകും. CSI സഭയ്ക്കും മാർത്തോമാക്കാരനും ഇത് 2ഉം വേണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താ? മണ്ണും വേണ്ട, വെള്ളവും വേണ്ട നമുക്ക്. എന്താ കാരണം? വെള്ളത്താൽ കഴുകിയല്ല അല്ലേ? സ്നാനത്തിലൂടെ വെള്ളത്താൽ കഴുകപ്പെട്ടു നമ്മൾ. പിന്നെ മണ്ണ്, വിശുദ്ധ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഇന്ന് രാവിലെയും ഒരു ആരാധനാ സ്ഥലത്ത് പോയിട്ടാണ് വന്നേ. നമുക്കിനി മണ്ണും വെള്ളവും വേണ്ട. പിന്നെ എന്തു വേണം? നമ്മളെ ആക്കിയ ഇടത്ത് വിശ്വാസത്തിൻ്റെ വേരുകൾ പടരണം, വിശ്വാസം ഫലം കായ്ക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കട്ടെ. നമ്മെ ആക്കിയ സ്ഥലത്ത് വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസത്തിൻ്റെ വേരുകൾ പടരണം, വിശ്വാസം ഫലം കായ്ക്കണം. ഈ രാത്രി തോർത്തും വാങ്ങിച്ചുകൊണ്ടാരും തിരിച്ചു പോണ്ട, മുങ്ങാൻ അല്ല. വിശുദ്ധി അവിടെയുള്ളെന്ന് കരുതി അങ്ങോട്ട് അന്വേഷിക്കണ്ട. നിന്നെ ഈ രാത്രി കർത്താവ് ഒരു ഉറപ്പ് പറയട്ടെ, നിന്നെ കഴുകിയെടുത്തിരിക്കുന്നു, നിന്നെ ഒരു വിശുദ്ധ സ്ഥലത്ത് ആക്കിയിരിക്കുന്നു. ആ നട്ടയിടത്ത് എന്ത് ചെയ്യണം? വേര് പടരണം, നിലനിൽക്കണം, ഫലം കായ്പാൻ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു. നമുക്കും ഈ രാത്രി മുങ്ങണം. എന്തോ ശ്രദ്ധിച്ച് കേൾക്കണേ, നമുക്കും ഈ രാത്രി മുങ്ങണം. ഇവിടെ വെള്ളത്തിലല്ല, പിന്നെ കുഞ്ഞാട്ടിൻ തിരു രക്തത്തിൽ. എന്താ? പ്രാരംഭരാത്രി കുഞ്ഞാട്ടിൻ തിരു രക്തത്തിൽ നാമും കഴുകപ്പെടണം. നാം 1 മിനിറ്റ് സമയം പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. എല്ലാവരും ഒന്ന് നേരെ ഇരിക്കണം പ്ലീസ്. എല്ലാവരും ഒന്ന് നേരെ ഇരിക്കണം. നമ്മുടെ ധ്യാന വിഷയം
നയമാൻ പഠിച്ച 4 കൃപയുടെ പാഠങ്ങളായിരുന്നു. 1, വിശ്വസിക്കുക, അവനിൽ നിനക്ക് രക്ഷയുണ്ടാകും. അനുതപിക്കുക, അവൻ നിന്നോട് ക്ഷമിക്കും. നീ നിന്നെ കഴുകാൻ ഏൽപ്പിക്കുക, അവൻ നിന്നെ ശുദ്ധീകരിക്കും. മുഴങ്കാലുകളെ മടക്കുക, അവൻ നിന്നെ വീണ്ടും അനുഗ്രഹിക്കും. ഏറ്റവും പുറകിലിരിക്കുന്നവർ ഉൾപ്പെടെ 1 മിനിറ്റ് സമയം കൈകളെ ഒന്ന് കൂപ്പി ഈ പ്രാരംഭരാത്രി കണ്ണുകളെ അടച്ച് ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് 1 മിനിറ്റ് സമയം ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എല്ലാവരും അരുമനാഥനോട് എല്ലാവരുടെ അധരത്തിൽ നിന്ന് ഒരു സ്തോത്രം ഉണ്ടാകട്ടെ. കർത്താവിനോട് നന്ദി പറയുന്ന ഒരു രാത്രിയായി തീരട്ടെ. കർത്താവ് നമ്മോട് 4 കൊച്ചു സമർപ്പണങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയായി രാത്രി. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് രക്ഷയുണ്ടാകും നിശ്ചയമായും. ഞാനിന്ന് നൊമ്പരത്തോടെ നിൻ്റെ സന്നിധിയിലിരിക്കുകയാണ്. ചില വേദനകളോടെ നിന്നെ ആരാധിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, നിശ്ചയമായും നിന്നിൽ ആശ്രയിക്കുന്നവന് രക്ഷ ലഭിക്കുമെന്ന് ഞാൻ അറിയുന്നു. ഒരു സ്തോത്രം പറഞ്ഞോണേ. കർത്താവ് നമുക്ക് നൽകുന്ന രക്ഷയെക്കുറിച്ച് കർത്താവിനോട് നന്ദി പറയാം. അപ്പോൾ എൻ്റെ വീടുകളിൽ, എൻ്റെ ജീവിതങ്ങളിൽ ചില അശുദ്ധിയുടെ ഇടങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അനുതപിക്കുന്നു കർത്താവേ, നീ എന്നോട് മനഃപൂർവ്വമായി ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ അല്പം കൂടെ ചേർന്ന് നിൽക്കട്ടെ. എന്നെ ഞാനൊന്ന് കഴുകാൻ അനുവദിക്കുകയാണ് കർത്താവേ. നിശ്ചയമായും എന്നെ ശുദ്ധീകരിച്ച് നീ മടക്കി അയക്കണമേ. അപ്പോൾ ഞങ്ങളുടെ യജമാനനിരിക്കുന്നത് പോലെ, കഴുതപ്പുറത്ത് കരയേറിയ കർത്താവിനെ പോലെ ഞങ്ങൾ മുഴങ്കാലുകളെ മടക്കുന്നു. നീ ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണമേ. ഈ രാത്രി അക്കാൽവറിയിലെ നാഥൻ ശവസംസ്കാരം ഏറ്റുവാങ്ങിയ മനുഷ്യനെ നിത്യജീവൻ്റെ പ്രത്യാശയിലേക്ക് വഴി നടത്തിയതുപോലെ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അവൻ വീണ്ടെടുത്ത് നിലനിർത്തും. നന്ദിയോടെ സ്തോത്രം. ഈ കൊച്ചു സഭയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും. വീണ്ടെടുക്കപ്പെട്ട വീടുകളായി നിലനിൽക്കുവാൻ അവൻ നമ്മെ അനുവദിക്കും. ഒരു കൊച്ചു സമർപ്പണത്തിൻ്റെ നിമിഷമാണിത്. കർത്താവിനോട് പറയണം, അപ്പാ, ഈ പ്രാരംഭരാത്രി നിൻ്റെ കാൽവറിയിൽ ഒരു തുള്ളി രക്തം എൻ്റെ ശിരസിലേക്ക് നീ വീഴ്ത്തി എന്നെ ഒന്ന് ശുദ്ധീകരിച്ച് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഗാനത്തിൻ്റെ 2 വരി നമ്മൾ ചേർന്ന് പാടുമ്പോൾ അതൊരു സമർപ്പണ ഗീതമായി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. കുഞ്ഞാറ്റിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനാ തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാനായുസിൻ നാളെന്നും നന്ദിയോടടിവണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിൻ നാളെല്ലാം നന്ദിയോടടിവണങ്ങും. പ്രിയ കർത്താവേ, ആ കാൽവരിയുടെ ചുവട്ടിൽ മുഴങ്കാൽ മടക്കിയടി ഞങ്ങൾ നിൽക്കുന്നു. മാതാപിതാക്കളാണ് ഞങ്ങൾ.
ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന്, ഈ കൊച്ചു സഭയോട് ചേർന്ന്, ഞങ്ങളുടെ അഭിമൻ തിരുമേനിയോട് ചേർന്ന്, ഞങ്ങളുടെ വൈദികരോട് ചേർന്ന് കാൽവരിയുടെ ചൂടിൽ കൊച്ചു സമൂഹമായി നിൽക്കുന്ന കർത്താവേ, ചില അശുദ്ധികളെ കഴുകി ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് രക്ഷയുണ്ടെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരണമേ. ചില അനുതാപ പ്രാർത്ഥനകളെ ഈ രാത്രി കർത്താവ് കൈക്കൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. മറന്നുപോയ ദൈവസ്നേഹത്തിൻ്റെ പാഠങ്ങളെ ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരണമേ. കാൽവറിയിൽ തലകുനിച്ച് ഞങ്ങൾ നിൽക്കുകയാണ് കർത്താവേ. ഒരു മടക്ക യാത്രയ്ക്ക് നീ ഞങ്ങളെ അഭിഷേകത്തോടെ ഒരുക്കി യാത്രയ്ക്കായി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഈ രാത്രി നിൻ്റെ ഇമ്പമായ ശബ്ദം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ പകർന്നു തന്നു. അതിനായി സ്തോത്രം. ആ ശബ്ദത്തിന് മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അടിയങ്ങൾ കടന്നു പോകുന്നല്ലോ. ഏതെങ്കിലും തകർച്ചകളോ, ഏതെങ്കിലും വീഴ്ചകളോ, ഏതെങ്കിലും അശുദ്ധിയോ പകരുന്ന ഇടത്തുനിന്ന് ഞങ്ങൾ വന്നിരിക്കുന്നുവെങ്കിൽ ഒരു വിശുദ്ധ ഭൂമിയിലേക്കുള്ള യാത്രയ്ക്കായി ഞങ്ങളെ നീ ഒരുക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷ ഒരാഴ്ചവട്ടം ഇവിടെ നടക്കുന്നതിന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. തലകുനിച്ച എല്ലാവരെയും നിൻ്റെ വലങ്കരം കൊണ്ട് ആശീർവദിക്കണമേ. യേശു മശിഹാ നിമിത്തം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കൊയർ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ സ്തോത്രക്കാഴ്ച സ്വീകരിക്കുന്നതാണ്. ദൈവ തിരുനാമത്തിന് മഹത്വവും സ്തുതിയും ഉണ്ടാകട്ടെ. ഒരു വർഷത്തെ നീണ്ട പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനും ശേഷം 70ാമത് കാഞ്ഞിരംകുളം കൺവെൻഷനിൽ അരുമനാഥനായ ദൈവം നമ്മെ സൗഖ്യ സമാധാനത്തോടെ കർത്താവിനൊരു പ്രാവശ്യം കൂടെ നന്ദി പറവാൻ കൂട്ടിച്ചേർത്തതിനായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഈ കൺവെൻഷൻ നമ്മുടെ എല്ലാവരുടെയും ഒരു ദീർഘമായ അടയാളമാണ്. ഇത് ഇന്നൊരു പുണ്യഭൂമിയായി മാറിയിരിക്കുന്നു. പ്രാർത്ഥിച്ചും ഒരുങ്ങിയും കണ്ണുനീർ വീണും അനുഗ്രഹിക്കപ്പെട്ട ഈ ഭൂമിയിൽ എനിക്ക് മുൻപേ ശുശ്രൂഷിച്ച അനേക ഭക്തന്മാരുടെ കാൽച്ചുവട്ടിൽ നിൽക്കുവാൻ രമനാഥൻ എന്നെയും സഹായിച്ചതിനായും എനിക്ക് ക്ഷണം ലഭിച്ചതിനായും അത് നൽകിയവർക്കായും അഭിവന്യ തിരുമേനിയോടും പ്രത്യേക കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന വൈദിക ശ്രേഷ്ഠ ഈ പ്രഥമ രാത്രി നിങ്ങളോടുകൂടെ കൂട്ടായ്മ അനുഭവിപ്പാൻ ലഭിച്ച അവസരത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സന്ധ്യയിലെ ധ്യാനത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരുക്കാം. തലകളെ വണക്കാം പ്രാർത്ഥനയ്ക്കായി. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമതിൽ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമതിൽ. തിരുക്കരത്താൽ
വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയേണമേ. ഉയരത്തിൽ നിന്ന് വചനമയച്ചു ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വചനമായി ഞങ്ങളുടെ മധ്യയെ പാർത്ത പ്രിയപ്പെട്ട കർത്താവേ, വചനത്തിന്മേൽ നിന്നും പരിവർത്തനം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, തുറന്ന വചനവുമായി നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ക്രൂശൻ ചുവട്ടിൽ കാത്തിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ വചനം, ഞങ്ങളെ തിരുത്തിയ വചനം, ഞങ്ങളെ ശക്തീകരിച്ച വചനം, ഞങ്ങളെ സൗഖ്യമാക്കിയ വചനം, ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച വചനം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കിയ വചനം, വനങ്ങളെ തോലുരിച്ച വചനം, ഇന്നും ഞങ്ങളോട് സംസാരിക്കുന്ന പുണ്യാഹ വചനം. ഇത് പ്രഘോഷിക്കപ്പെടുമ്പോൾ ചില ജീവിതങ്ങൾക്ക് ഒരു മടക്കയാത്രയ്ക്കുള്ള ദൂതായി, ചിലർ മാനസാന്തരത്തിന് ഒരുങ്ങുന്ന രാത്രിയായി, ചിലർ അരമനാഥൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന രാത്രിയായി, ചിലർ മുഴങ്കാലുകളിൽ നിന്നുകൊണ്ട് കർത്താവിന് ഹല്ലേലൂയ പാടുന്ന രാത്രിയായി, ചില കുടുംബങ്ങൾ ചില ശീലങ്ങൾ വിട്ടുപോകുന്ന രാത്രിയായി, ചിലരുടെ കർത്താവിനെ രണ്ട് കരവും നീട്ടി സ്വീകരിക്കുന്ന രാത്രിയായി, ചിലർ പാപവഴികളിൽ നിന്ന് ഒരു മടക്കയാത്രയുടെ രാത്രിയായി. കർത്താവെ, ഈ വചനത്തെ ഞങ്ങൾക്കെല്ലാവർക്കും നീ വാഴ്ത്തി നുറുക്കി തരുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അടിയൻ ബലഹീനൻ, അവിടുന്ന് തുണ നിൽക്കണമേ. ഞങ്ങളുടെ ആചാര്യന്മാരോട് കരുണ ചെയ്യണമേ. ഈ ഹോളിനുള്ളിൽ വിവിധ ശുശ്രൂഷകളിൽ തലകുനിച്ച് പ്രാർത്ഥനയോടെ എന്നോട് സംസാരിക്കണമേ എന്ന് കാത്തിരിക്കുന്ന എല്ലാ പ്രിയ മക്കളുടെയും അരികിൽ നീ തൃപ്തിയുടെ അപ്പമായി വിഭാഗിക്കപ്പെട്ട വചനങ്ങളെല്ലാം തീരുന്നതിന് കർത്താവ് സഹായിക്കണമേ. നിൻ്റെ ആത്മാവ് ഇടത്തും വലത്തും മുൻപിലും പുറകിലും നിന്ന് ഈ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നത് വരെയും നിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊള്ളണമേ. എല്ലാ മഹത്വവും കാൽവറിയിൽ വെളിപ്പെട്ട കർത്താവിന് യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങൾ വളരെ ദൂരെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശബ്ദമൊന്നും എനിക്ക് ഇവിടെ വരെ കിട്ടുകയില്ല. എന്നാൽ എല്ലാവരും സംസാരിച്ചാൽ ഇവിടെ വരെ ആ ശബ്ദം വരും എന്നാണ് എൻ്റെ വിചാരം. നമ്മളൊരു വചന ശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ദൈവ പൈതലായിരുന്നുകൊണ്ട് വചനം കേൾക്കണമെന്നാണ് വചനം ആഗ്രഹിക്കുന്നത്. ഒരു ദൈവ പൈതൽ ആരാണ്, എങ്ങനെ അറിയാം? എന്നൊരു കൊച്ചു വാചകം പറഞ്ഞിട്ട് ഇതിലേക്ക് പ്രവേശിക്കാം. ഉള്ളത്തിൽ കൃപയും അധരത്തിൽ സ്തുതിയുമുള്ളയാളാണ് ദൈവ പൈതൽ. എന്തുവാ ഞാൻ പറഞ്ഞേ? എല്ലാവരും സംസാരിക്കാം. ഉള്ളത്തിൽ കൃപയും അധരത്തിൽ സ്തുതിയുമുള്ള ആളാണ് ദൈവ പൈതൽ. വചനം കേൾക്കുമ്പോൾ ഉള്ളത്തിലെ കൃപ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അധരത്തിൽ ഉണ്ടാകും, സ്തുതി ഉണ്ടാകും. അതുകൊണ്ട് അടുത്തൊരു മണിക്കൂർ സമയം ഇടത്തും വലത്തും നോക്കാതെ കാൽവറിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ശബ്ദത്തെ കൈകൂപ്പി സ്വീകരിച്ച് ഹല്ലേലൂയ പാടി നമുക്ക് മടങ്ങണം. അതിന് നമുക്കെല്ലാവർക്കും ഒരുങ്ങാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുവചനം കൃപയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകമാണ്.
The Word of God continuously teaching us the lessons of grace. ഒരു ദൈവ പൈതലിനെ കൃപയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. നാം ഇന്ന് വായിച്ച രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ വളരെ പരിചിതനായൊരു മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നയമാൻ. നയമാനെ സ്വർഗത്തിലെ ദൈവം പഠിപ്പിച്ച 4 കൃപയുടെ പാഠങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ആ 4 കൊച്ചു വാക്കുകൾ പറഞ്ഞ് നമുക്ക് ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് സ്വർഗം നയമാനെ പഠിപ്പിച്ച 4 കൃപയുടെ പാഠങ്ങൾ? 1, ബിലീവ് ആൻഡ് യു വിൽ ബി സേവ്ഡ്. വിശ്വസിക്കുക, എന്നാൽ നിനക്ക് രക്ഷയുണ്ടാകും. വിശ്വസിക്കുന്നവന് രക്ഷ. 2, റിപ്പന്റ് ആൻഡ് യു വിൽ ബി പാർഡൻഡ്. അനുതപിക്കുക, അരുമനാഥൻ നിന്നോട് ക്ഷമിക്കും. 3, allow yourself to wash, the Lord will make you clean. നിന്നെ തന്നെ കഴുകാൻ ഏൽപ്പിച്ചു കൊടുക്കുക, അരുമനാഥൻ നിന്നെ ശുദ്ധീകരിക്കും. 4, kneel down and you will be blessed. മുഴങ്കാലുകളെ മടക്കുക, അരുമനാഥൻ നിന്നെ വീണ്ടും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. 4 കൊച്ചു വാക്കുകൾ ഒന്നുകൂടെ നമുക്ക് തിരിച്ച് ധ്യാനിക്കാം. എന്താ ഞാൻ പറഞ്ഞേ? വിശ്വസിക്കുക, നിനക്ക് രക്ഷയുണ്ടാകും. അനുതപിക്കുക, കർത്താവ് നിന്നോട് ക്ഷമിക്കും. നിന്നെ കഴുകാൻ ഏൽപ്പിക്കുക, കർത്താവ് നിന്നെ ശുദ്ധീകരിക്കും. മുഴങ്കാലുകളെ മടക്കുക, ആ വലിയവൻ നിന്നെ വീണ്ടും അനുഗ്രഹിക്കും. ഈ 4 പാഠങ്ങൾ ഈ രാത്രി ഈ മനുഷ്യനോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ നയമാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുക. ആ കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വചനം ശ്രദ്ധിക്കാൻ. ഈ 40 വാക്യത്തിനുള്ളിൽ നയമാൻ നടത്തിയൊരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന വാചകം ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുക. ലോർഡ് ട്രാൻസ്ഫോം മീ. ദൈവമേ, നീ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഈ കൊച്ചു പ്രാർത്ഥന നമ്മുടെ ഉള്ളിലിരിക്കട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ ആ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ അതിന് ശക്തീകരിക്കട്ടെ. ലോർഡ് ട്രാൻസ്ഫോം മീ. നയമാനോട് ഈ പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗം പറഞ്ഞുകൊടുത്ത ചില പ്രബോധനങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുക. ഒന്നാമത്തെ ധ്യാനം, നയമാനെ, നിനക്ക് സൗഖ്യമുണ്ടാകുവാൻ നീ നിന്റെ അശുദ്ധിയുടെ ഇടങ്ങളെ തിരിച്ചറിയണം. ആദ്യം അണ്ടർസ്റ്റാൻഡ് ദ അൺഹോളി സ്പേസസ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ നിനക്കുണ്ടായിരിക്കുന്ന അശുദ്ധിയുടെ ഇടങ്ങളെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ യഹോവ നിന്നെ സൗഖ്യമാക്കും. ഇനി പറയുന്ന 2 വാക്ക് ശ്രദ്ധിക്കണം. ചില അവസ്ഥകളിലും ചില വ്യവസ്ഥകളിലും നാം ചെന്നുവിട്ടുപോയാൽ നമ്മുടെ അശുദ്ധിയെ തിരിച്ചറിയുവാൻ വലിയ പ്രയാസമാണ്. എന്താ ഞാൻ പറഞ്ഞേ?
ചില അവസ്ഥകളിലും ചില വ്യവസ്ഥകളിലും നാം ചെന്നുപെട്ടുപോയാൽ ഞാൻ അശുദ്ധനാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. എന്തുവാ നയമാൻ്റെ അവസ്ഥയും വ്യവസ്ഥയും? എന്തുവാ? വേദപുസ്തകം, വചനം നയമാൻ്റെ അവസ്ഥയെക്കുറിച്ച് 3 വാക്കിലാണ് പറയുന്നത്. ഒന്ന്, he was a man of position. എന്തുവാ? ഉന്നത സ്ഥാനീയനാണ്, ഉയരത്തിലാണ് ഇരിപ്പ്. ദിവസം പറയുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. ആ ദേശത്ത് രണ്ടാമതായി സംസാരിക്കുന്ന ആൾ ആര്? നയമാന. ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു പഴഞ്ചൊല്ല് പറയും, ആനപ്പുറത്തിരിക്കുന്നവന് കിട്ടില്ല, നായെ പേടിക്കണ്ടെന്ന് പറയും. ഇവിടെയും പറയൂ അങ്ങനെ. സ്ഥാനം ഉയരുന്നതിനനുസരിച്ച് പിന്നെ മാനസാന്തരവും രൂപാന്തരവും ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധം ഇല്ലെന്നല്ല, ഉണ്ട്. ഉന്നത സ്ഥാനീയനാണ്. ഉള്ളിലേക്ക് നോക്കുവാൻ അയാൾക്ക് പ്രയാസമുണ്ടാകും. 2, എ മാൻ ഓഫ് പ്രസ്റ്റീജ്. വലിയ പ്രശസ്തനാണ് ആ മനുഷ്യൻ. എന്താ? ദേശം മുഴുവൻ 100 കണക്കിന് യുദ്ധങ്ങളിൽ ആ മനുഷ്യൻ ജയിച്ചു വന്നവനാ. കുറേ പേർക്ക് പ്രശസ്തി വർദ്ധിച്ചാൽ പിന്നെ മാനസാന്തരപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന് കുറേ പേര് അത് അന്വേഷിച്ച് നടക്കുകയാണ്. 3, എ മാൻ ഓഫ് പ്രോസ്പെരിറ്റി. വലിയ ധനത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു ഈ മനുഷ്യൻ. വേദോസ്തയിൽ എഴുതിയിരിക്കുക, ഈ പാവപ്പെട്ട ഏലീശാ ഉപദേശിയെ കാണാൻ വേണ്ടി ഈ മനുഷ്യൻ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനം എന്തൊക്കെയെന്നറിയോ? 10 താലന്ത് വെള്ളി, 1000 ശേക്കൽ പൊന്ന്, 6000 ശേക്കൽ പൊന്ന്, 2 കൂട്ടം വസ്ത്രം. ഇതെല്ലാം കൂടി അടുത്ത സമയത്ത് ഈ IMF-കാർ കണക്കൂട്ടിയിട്ട് പറഞ്ഞു 1 കോടി രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ 1 കോടിയും കൊണ്ട് ഏലീശാ ഉപദേശിയെ കാണാൻ വന്നെങ്കിൽ വീട്ടിൽ എത്ര കാണും? ഇപ്പം ആലോചിക്കാൻ പോണ്ട. ഏതായാലും ഇന്നത്തെ മോദി സർക്കാരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാമാൻ വാസ് ക്രിമിനലി റിച്ച്. ED അന്വേഷിക്കാൻ തക്കവണ്ണം ഉള്ള ആളാണ് അദ്ദേഹം. CSI-കാരനായിരുന്നോ മാർത്തോമക്കാരനാണോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ക്രിമിനലി റിച്ച്, അപാരമായ ധനത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. 3 വാക്ക് ഞാൻ പറഞ്ഞു. എന്തുവാ? നയമാൻ്റെ 3 അവസ്ഥകൾ. എന്താ? ഉന്നത സ്ഥാനീയനായിരുന്നു, പ്രശസ്തനായിരുന്നു, വലിയ ധനവാനായിരുന്നു. പക്ഷെ വേദപുസ്തകം അടിയിലൊരു വാക്ക് എഴുതി അദ്ദേഹത്തെക്കുറിച്ച്. ഹീ വാസ് എ ലെപ്പർ. അദ്ദേഹം ആരായിരുന്നു? ഒരു കുഷ്ഠരോഗി. എങ്കിലും അദ്ദേഹം ഒരു കുഷ്ഠരോഗി. ഈ രാത്രിയിലെ വിഷയം കുഷ്ഠരോഗമൊന്നുമല്ല, നയമാൻ പഠിച്ച ചില കൃപയുടെ പാഠങ്ങളാണ്. ആരാ കുഷ്ഠരോഗി എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കാം. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 14, 15 അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ കുഷ്ഠരോഗി ആരാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം കൂടെ സംക്ഷിപ്തമായി ഒരു വാക്കിൽ ഞാൻ പറയാം. കുഷ്ഠരോഗി ആരാ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവസംസ്കാരം ഏറ്റുവാങ്ങുന്നവനാണ് കുഷ്ഠരോഗി. എന്തുവാ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവസംസ്കാരം ഏറ്റുവാങ്ങുന്നയാളാണ് കുഷ്ഠരോഗി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരു പുരോഹിതൻ ഒരാളെ കുഷ്ഠരോഗിയാണെന്ന്, ഒരു അക്യൂട്ട് പേഷ്യൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പുരോഹിതൻ എന്ത് പറയും? വിളിച്ചിട്ട് പറയും, നിനക്കിനി പാളയത്തിന് പുറത്തേ താമസിക്കാൻ പറ്റുള്ളൂ, അകത്ത് സാധ്യമല്ല. ഈ അച്ഛൻ എന്തോ ചെയ്യുമെന്നറിയാമോ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സർപ്ലീസൊക്കെ ഇട്ടിട്ട് ഒരു ശവസംസ്കാരത്തിൻ്റെ പുസ്തകം എടുത്തും കൊണ്ട് ഈ പുള്ളിയും കൂടെ വിളിച്ചുകൊണ്ട് പോകും.
വിളിച്ചുകൊണ്ട് പോയിട്ട് രണ്ടുപേരുടെ മുഖാമുഖം നോക്കി നിന്നിട്ട് ശവസംസ്കാരത്തിലെ നല്ല 3-4 പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് അവനോട് പറയും, നീ പാളയത്തിന് പുറത്തേക്ക് പാർക്കുക, ഞാൻ ആലയത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവസാനത്തെ വാക്കെന്താണെന്നറിയാമോ? ഈ കുഷ്ഠരോഗി പാളയത്തിന് പുറത്തേക്ക് പോയി. അയാൾ എന്നേക്കുമായി ലോകത്തോട് യാത്ര പറയും. പിന്നൊരു ശവസംസ്കാരം ആ മനുഷ്യന് ഇല്ല. ഒരു ശവസംസ്കാരം ഏറ്റുവാങ്ങി ജീവിക്കുന്നയാളാണ് കുഷ്ഠരോഗി. നമുക്ക് ആ വിഷയത്തിലേക്ക് മടങ്ങി വരാം. എന്താ ഈ വാക്കും നമ്മളുമായിട്ടുള്ള ബന്ധം? കുഷ്ഠരോഗികൾ സാധാരണ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയാമോ? അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥിക്കാൻ കാരണം എന്താണെന്നറിയാമോ? കുഷ്ഠരോഗികൾക്കൊന്നും എന്തറിയില്ല? വേദന അറിയില്ല. എന്തറിയില്ല? വിരലടന്നു പോയാൽ വേദന അറിയില്ല. അതുകൊണ്ട് എല്ലാ കുഷ്ഠരോഗികളും പ്രാർത്ഥിക്കുന്ന ഒരു വാചകമാണ് ഇതാ: ദൈവമേ, നീ തൊട്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയത്തക്കവണ്ണം എൻ്റെ നോവ് മടക്കി തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ശ്രദ്ധിക്കുകയാണോ? എന്തുവാ കുഷ്ഠരോഗി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന? എന്തുവാ? ദൈവമേ, നീ തൊട്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയത്തക്കവണ്ണം എൻ്റെ നോവ് മടക്കി തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഇന്ന് നിങ്ങൾ കൺവെൻഷന് വന്ന എന്തിനാ? വേറുകാരുൾപ്പെടെ നോവ് മാറ്റാനാ അല്ലേ? എന്തുവാ? ഒരു കൊച്ചു നൊമ്പരം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിത്തരാനാ. പക്ഷേ കുഷ്ഠരോഗി പ്രാർത്ഥിക്കുന്ന എന്തുവാ? ദൈവമേ, എനിക്ക് നീ എന്നെ സ്പർശിക്കുന്നു എന്നറിയത്തക്കവണ്ണം എൻ്റെ നോവ് മടക്കി തന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ രാത്രി നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ? ഒരു സ്തോത്രം പറവാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നോവറിയാൻ വേണ്ടിയാണ്. ഒരു വാക്കൂടെ ചേർത്ത് പറയാം. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും നൊമ്പരത്തോടെ, നെടുവീർപ്പോടെ, കണ്ണുനീരോടെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് പറയാം: നൊമ്പരമുള്ളവൻ്റെ അരികിൽ എൻ്റെ അരുമനാഥൻ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. നൊമ്പരത്തിൻ്റെ അരികിൽ നിൽക്കുന്നവൻ്റെ പേരാണ് ക്രിസ്തു. അതുകൊണ്ട് ഈ രാത്രി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ നൊമ്പരം മാറ്റണമേ എന്നല്ല, നീ എൻ്റെ അരികിൽ നിന്നൊരു നാളും പോകരുതേ കർത്താവേ എന്നാണ്. ഏറ്റവും പുറകിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അതിലൂടെ പോകണം. നൊമ്പരങ്ങളെ മാറ്റാൻ പ്രാർത്ഥിച്ചവർ ഈ ആരാധനയിലില്ലേ? അവരോട് ഞാൻ വളരെ വിനയമായി പറയുന്നു, ഇന്ന് മുതൽ നമുക്ക് ആ പ്രാർത്ഥന അവസാനിപ്പിക്കാം, മറ്റൊരു പ്രാർത്ഥന ആരംഭിക്കാം. എന്താ? നൊമ്പരമുള്ള എൻ്റെ അരികിൽ നിന്ന് നീ ഒരു നാളും മാറിപ്പോകരുതേ. ഞാൻ നിങ്ങളെക്കുറിച്ചൊരു സ്തോത്രം പറയട്ടെ. നൊമ്പരങ്ങളോടുകൂടെ ആരാധിക്കുന്നവൻ്റെ അരികിൽ എൻ്റെ അരുമനാഥൻ ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ രാത്രി. അങ്ങനെയാണെങ്കിൽ തിരികെ പോകുമ്പോൾ ഒരു വലിയ ബലത്തോടെ പോകണം. കർത്താവേ, ചില വേദനകൾ അവൻ നിന്നിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ തൊടുന്നുണ്ടെന്ന കൈയൊന്ന് പോകുക. എല്ലാവരും കൈയൊന്ന് ഉയർത്തിക്കേ, ഒരു സ്തോത്രം പറഞ്ഞ കർത്താവിന്. കർത്താവെ, ചില വേദനകൾക്കരികിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്, നീ എന്നെ തൊടുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെ, വേദനകളിൽ നിന്ന് നിന്നെ വിട്ടുപോകുന്നൊരു ദൈവമല്ല. ചില നൊമ്പരങ്ങളോടുകൂടെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവനെ എൻ്റെ അരുമനാഥൻ സ്പർശിക്കുന്നുണ്ട്. ഫെയ്ത്ത് പ്രൊഡ്യൂസസ് പെയിൻ. വിശ്വാസം എപ്പോഴും
വേദന ഉളവാക്കുന്നതാണ്. ഈ ഭാഗത്ത് രണ്ട് മനുഷ്യരുണ്ട്. നയമാൻ്റെ 13-ാം നമ്പർ മുറിയിൽ താമസിക്കുന്ന പെൺകുട്ടി, എ ലൂട്ടഡ് ഗേൾ. 13-ാം നമ്പറിലാണോന്ന് കൊയറുകാർക്കൊരു സംശയം ഉണ്ടാവും. അവിടെ തന്നെ. കാരണം എന്താ? ഇവിടെ മിനിസ്റ്ററാണെങ്കിലും MLA ആണെങ്കിലും 13-ാം നമ്പറിൽ ആരും താമസിക്കത്തില്ല. പിടികിട്ടില്ലേ? എന്താ കാര്യം? ഗുണം വരത്തില്ല. പിടികിട്ടി. അപ്പം അവിടെ താമസിക്കാൻ ആർക്ക് അനുവാദം ഉണ്ടാകും? അപ്പം നയമാൻ്റെ വീട്ടിൽ 13-ാം നമ്പർ മുറിയിലാണ് ഈ പെൺകുട്ടി താമസിക്കുന്നത്. രണ്ടുപേർക്കും രണ്ട് അസുഖമാണ്. നയമാൻ്റെ അസുഖം വേദന അറിയുന്നില്ലെന്നുള്ളതാ. പെൺകുട്ടിയുടെ അസുഖം എന്താ? വല്ലാത്ത വേദന. ഞാനിങ്ങനെ ഉറക്കെ പറയട്ടെ, ക്രിസ്ത്യാനി 13-ാം നമ്പർ മുറിയിലെ കാവൽക്കാരിയാണ്. 13-ാം നമ്പർ മുറിയിൽ വേദനയോടെ നിൽക്കുന്നവന്റെ പേരാണ് ദൈവത്തിൻ്റെ പൈതൽ. വേദന അറിയാത്തവന്റെ അരികിൽ വേദനയോടെ നിൽക്കുന്നവന്റെ പേരാണ് ദൈവത്തിൻ്റെ പൈതൽ. ഈ നല്ല രാത്രിയിൽ ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്താ കാലം? ഈ കാലത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകമാണ്. എല്ലാവർക്കും, CSAക്കാർക്കും മർത്തോമക്കാർക്കും എല്ലാം ഒരു രോഗം പിടിച്ച കാലമായിരുന്നു. ആ രോഗത്തിൻ്റെ പേരിങ്ങനെ പ്ലഷർ സീക്കിംഗ് ഡിസീസ്. എല്ലാവർക്കും സുഖിക്കണം. എന്തുവാ? സുഖിക്കണം. എപ്പോഴൊക്കെ സുഖിക്കണം? ഞാൻ കഴിഞ്ഞ മാരാമൺ കൺവെൻഷനിൽ കുടുംബവേദിയിൽ പറഞ്ഞ ഒരു വാചകം ആവർത്തിക്കുകയാണ്. കല്യാണത്തിന് മുമ്പേ സുഖിക്കണം, കല്യാണത്തിൽ സുഖിക്കണം, കല്യാണത്തിന് ശേഷവും സുഖിക്കണം. അപ്പൊ ആര് വേണ്ട? കുഞ്ഞു വേണ്ട. എല്ലാവർക്കും സുഖിക്കണം. ആർക്കും ആരുടെയും നൊമ്പരങ്ങൾ താല്പര്യമില്ല. അപ്പന്റെ നോവറിയാൻ വയ്യാത്ത മകൻ, ഭാര്യയുടെ നൊമ്പരമറിയാൻ കഴിയാത്ത ഭർത്താവ്, കുഞ്ഞുങ്ങളുടെ തകർച്ചയറിയാൻ കഴിയാത്ത മദ്യപാനി, സഭയുടെ നൊമ്പരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിശ്വാസി, ആർക്കും ആരുടെയും നൊമ്പരങ്ങളിൽ താല്പര്യമില്ല. വേദനകളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലം. ഞാൻ 20 വർഷമായി അടച്ചിട്ട മുറിയിലെ ഒരു ക്ലിനിക്കൽ കൗൺസിലിംഗ് പ്രാക്ടീഷണറാണ്. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചയും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച വാക്കാ, വീട്ടിൽ ലോഹ്യവും ഉണ്ട് അലോഹ്യവും ഉണ്ട്. എന്തുവാ? ലോഹ്യവും ഉണ്ട്. ലോഹ്യവും അലോഹ്യവും കൂടെ ചേരുന്നതാണ് നമ്മുടെ വീട്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. പിന്നെ എവിടെങ്കിലും ഒരു ചെറിയ അലോഹ്യം ഉണ്ടായാൽ എന്തോ ചെയ്യും? ഇംഗ്ലീഷിൽ 2 വാക്ക് പറയാം. ഫൈറ്റ്, ഫ്ലൈറ്റ്. എന്തുവാ? ഫൈറ്റ്, ഫ്ലൈറ്റ്. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ, എൻ്റെ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളൊക്കെ എത്രയോ തവണ വീട്ടിൽ അലോഹ്യത്തിൽപ്പെട്ടവരാ. പക്ഷേ രാത്രി 10 മണി കഴിഞ്ഞപ്പം തീരുമാനിച്ചെന്തുവാ? ജോർജ് കുട്ടിയെ വിട്ടിട്ട് പോണ്ട, കൂടെ തന്നെ താമസിക്കാം. ചിലപ്പോൾ കട്ടിലൊന്ന് മാറിക്കിടക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. ഇന്നങ്ങനല്ല. ഈ രാത്രി ഞാൻ നിങ്ങളെ വചനത്തിന് മുമ്പിൽ ക്ഷണിക്കുന്നു.
ദൈവമേ, ചില നൊമ്പരങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ എന്നെ നീ ബലപ്പെടുത്തണമേ. ഒരു കൊച്ചുദാഹരണം പറയാൻ ലക്ഷക്കണക്കിന് അനുഭവങ്ങളാണ്. എല്ലാം പറഞ്ഞു തീർന്നാൽ സമയത്തിന് തീരത്തില്ല. ഞാൻ ഞങ്ങളുടെ തിരുവല്ലയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലെ കൗൺസിലിംഗ് സെൻ്ററിലിരിക്കുമ്പോൾ എൻ്റെ മുറിയിലേക്ക് വിത്തൗട്ട് അപ്പോയിൻമെൻറ്റ് 2 പേർ കയറി വന്നു. 8 വയസ്സും 4 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങൾ. എന്തിനാ വന്നേ? അപ്പോയിൻമെൻ്റ് ഇല്ലല്ലോ. ഇല്ല ഫാദറെ, ഞങ്ങളിങ്ങനെ വന്നപ്പോൾ അച്ഛനോട് ഉണ്ടെന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. ശരി, എന്താ കാര്യം? ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരികയാണ്. അവിടുന്ന് ഒരു തീരുമാനം എടുത്തിട്ടാണ് വന്നേ. പിരിയാൻ തീരുമാനിച്ചാണ് വന്നേ. പിന്നെന്തിനാ എന്നെ കാണാൻ വന്നേ? ആരാണ്ട് പറഞ്ഞു, പിരിയാണെങ്കിലും ഒരു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പിരിയുന്നത് നല്ലതാ. അങ്ങനെ പുതിയ സൂക്കേടുണ്ട് ഓരോരുത്തർക്കിപ്പോൾ. ശരി, കയറിയിരിക്കുക. 8 വയസ്സും 4 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. അവരെ ഞാൻ അപ്പുറത്തെ മുറിയിലിരുത്തി. ഒരു പെൻസിലും പേപ്പറും കൊടുത്തു കളർ ചെയ്യാൻ. 1.5 മണിക്കൂർ ഇവരോട് സംസാരിക്കുന്നു. പ്രൊഫഷൻ പറയുന്നില്ല, നമ്മുടെ മക്കളിൽ ചിലർ അവരായിരിക്കും. 6 ലക്ഷം രൂപ ഒരു മാസം 2 പേർക്കൂടെ ശമ്പളം കിട്ടുന്നുണ്ട്. ഊഹിച്ചോണ്ടാ മതി നിങ്ങൾ. 1.5 മണിക്കൂർ സംസാരിച്ചു. മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്ന് വർത്തമാനത്തിൽ അറിയാൻ പറ്റത്തില്ല, കണ്ണിൽ നോക്കിയാൽ അറിയാം. എന്തോ? കണ്ണിൽ നോക്കിയാൽ അറിയാം. വിളിക്കുന്ന കൊയറുകാരെല്ലാവരും മാനസാന്തരപ്പെട്ടവരാണോന്ന് ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. കണ്ണിൻ്റെ ചലനമനുസരിച്ച് മാനസാന്തരത്തെ അറിയാം. 1.5 മണിക്കൂർ കഴിഞ്ഞു. കണ്ണിൻ്റെ ചലനമനുസരിച്ച് ഞാൻ മനസ്സിലാക്കി വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. സോ വാട്ട് ടു ഡു? എന്തു ചെയ്യാം? നിന്റെ പപ്പയോടോ മമ്മിയോടോ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവൾ കണ്ണു തുറന്നു. യെസ് ഫാദർ. അടുത്ത ചോദ്യം, എന്താണ് അവൾ പറയാൻ പോകുന്നത്? എനിക്കും നിങ്ങൾക്കും മോഹമില്ല, ബട്ട് ഞാൻ വിട്ടുകൊടുത്തു. ഇനി പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ പിഞ്ചു കുഞ്ഞ് ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് 3 വാക്കുകൾ ആവർത്തിച്ചു പറഞ്ഞു. ഡാഡി, പ്ലീസ് ഡോണ്ട് ലീവ് അസ്. മമ്മ, ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകല്ലേ. പപ്പ, മമ്മി, ഞങ്ങളെ വിട്ടിട്ട് പോകല്ലേ. കൗൺസിലിംഗ് അവസാനിപ്പിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു വിടുകയാണ്. അന്ന് രാത്രി കൗൺസിലർ ഉറങ്ങണമെന്നാണ് പ്രിൻസിപ്പൽ, പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. എൻ്റെ കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഈ രാത്രി കേൾക്കുന്നവർ ഒരു സ്തോത്രം പറയാനാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞു 1.5 വർഷം കഴിഞ്ഞ് ഞാൻ അബുദാബി മാർത്തോമ ഇടവകയിൽ 3000 പേർ സംബന്ധിക്കുന്ന കൺവെൻഷനിൽ പങ്കെടുത്ത് യോഗം കഴിയുമ്പോൾ 9:30 മണിക്ക് 4 പേർ എന്നെ കാണാൻ മുൻപിലോട്ട് വരികയാണ്. ഫാദർ അറിയുന്നുണ്ടോ? ഓർക്കുന്നില്ല. ഇവളെ ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് പിടിയില്ല. ഇനി പറയുന്ന വാക്കുകൾക്കൊരു സ്തോത്രം പറയണം. ഫാദറെ, ഇവൾ ഞങ്ങൾക്ക് നൽകിയ വേദന ഞങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യപ്പെട്ടപ്പോൾ ഞങ്ങളുടെ മടക്കയാത്ര ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് സ്തോത്രത്തോടെ ജീവിക്കുന്നു. ഒരു ഹല്ലേലൂയ പറ, ഒരു സ്തോത്രം പറ ദൈവസന്നിധിയിൽ. ദൈവത്തിൻ്റെ പൈതലെ, തന്നിരിക്കുന്ന കുടുംബത്തിൽ പ്രവേശിച്ചിരിക്കുന്ന യങ് ഫാമിലീസിലുള്ളവരെ, ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കുടുംബാംഗങ്ങളെ ആരെയും ഒഴിവാക്കാനല്ല, ചില നൊമ്പരങ്ങളോടുകൂടെ ജീവിപ്പാൻ ദൈവമേ ഈ രാത്രി എനിക്ക് കൃപ തരണമേ. ഒരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവേ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ചില നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ആ നൊമ്പരങ്ങളിൽ ജീവിക്കുമ്പോൾ എൻ്റെ അരുമനാഥൻ കാൽവറിയിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ പൈതലെ, നൊമ്പരങ്ങളിൽ ജീവിക്കുന്നതാണ് ദൈവകൃപ. ലോഹ്യവും അലോഹ്യവും ചേരുമ്പോൾ ഒരു ധന്യമായ ജീവിതമായി കർത്താവ് നമുക്ക് തീർക്കു തരും. ഒന്നാമത് പറഞ്ഞത്, നിന്റെ അശുദ്ധിയുടെ ഇടങ്ങളെ നീ നന്നായി തിരിച്ചറിയണം. 2, അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്റ്റബിലിറ്റി ഓഫ് യുവർ സ്പേസസ്. നയമാനെ, നീ ഇപ്പോൾ സൗഖ്യത്തിനായി കരുതിയിരിക്കുന്ന ചില അടിത്തറകളുണ്ട്. അത് അനിശ്ചിതമാണെന്ന് നീ അറിഞ്ഞിരിക്കണം. എന്തുവാ? ജീവിതത്തിൽ ഒരു സൗഖ്യം പ്രാപിപ്പാൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹം കരുതിയിരിക്കുന്ന ചില അടിത്തറകൾ ഇളകിപ്പോകുന്നതാണ്. 3 വാക്ക് പറയാം. നയമാൻ കരുതിയ, സൗഖ്യത്തിന് വേണ്ടി കരുതിയ 3 അടിത്തറകൾ. 1, എ പൊളിറ്റിക്കൽ റിസോൾവിങ്. എന്തുവാ? അരാം രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രയേൽ രാജാവിൻ്റെ കയ്യിൽ കൊടുക്കാനൊരു കത്തും വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ഇന്ന് നമുക്കൊക്കെ എവിടെയോ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്, സഭയ്ക്ക് തന്നെ തോന്നലുണ്ടായിട്ടുണ്ട്, എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഒരു രാഷ്ട്രീയ പരിഹാരമാണെന്ന്. തെറ്റിദ്ധരിക്കല്ലേ ആരും. ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറും ഇത്രയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കാമെന്ന് എവിടെയൊക്കെയോ നമുക്ക് തെറ്റിദ്ധാരണയുണ്ടായി. നയമാനെ, നീ അന്വേഷിച്ചത് നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം എവിടെ? ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തുകയാണ്. 2, he is bringing money power. ഏലീശ ഉപദേശിച്ചിരിക്കലോട്ട് എന്തോ വരുന്നു, 1 കോടി രൂപയും കൊണ്ട് പുള്ളി വരുക. ചിലർക്ക് ധാരണയുണ്ട്, പണമുണ്ടെങ്കിൽ കസേരയിൽ സുഖമായിട്ടിരിക്കാം, സൗഖ്യം കിട്ടും. പണവുമായി സൗഖ്യത്തിനായി, ഞാൻ താമസിക്കുന്ന കോട്ടയത്തൊക്കെ പണമുണ്ടെങ്കിൽ സൗഖ്യം വിൽക്കുന്ന ക്രൂസൈഡുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ബ്രിങ് മണി, ഞാൻ നിന്നെ സൗഖ്യമാക്കാം. 3, ഹി ഈസ് ബ്രിങ്ങിങ് മിലിറ്ററി പവർ. കൂടെ ആരെ കൊണ്ടുവന്നിട്ടുണ്ട്? പടയാളികളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ ഈ പടയാളിയെ കൊണ്ടുവന്നേ? ഞാൻ വിചാരിക്കുന്നു ഏലിശ ഉപദേശിച്ച് ഇങ്ങനെ ഉപവാസത്തിലൊക്കെ അല്ലേ, 42 കിലോ ഉള്ളൂ പുള്ളിക്ക്. പിണങ്ങ് കൊല്ലം ചെയ്താൽ പുള്ളിയെ പൊക്കിയെടുത്തുകൊണ്ടങ്ങ് പോവാനാ. നോക്കിക്കേ, ഇന്ന് ചിലപ്പോഴെങ്കിലും സഭയെ ആശ്രയിക്കുന്നത് ഈ 3 ഇടങ്ങളെയാ. എന്തുവാ? എൻ്റെ പ്രശ്നത്തിനൊരു രാഷ്ട്രീയ പരിഹാരമുണ്ട്, എൻ്റെ പ്രശ്നത്തിന് ഒരു ധനത്തിൻ്റെ പരിഹാരമുണ്ട്, എൻ്റെ പ്രശ്നത്തിന് അധികാരത്തിൻ്റെ പരിഹാരമുണ്ട്. ഞാൻ ഇനി പറയുന്ന 2 വാക്കുകൾ മറക്കല്ലേ. നയമാനെ, അരുമനാഥൻ പഠിപ്പിക്കുന്ന 2 പാഠങ്ങൾ നീ പഠിക്കണം. 1, നീ അജ്ഞതയിലാണ്, നീ അഹങ്കാരത്തിലാണ്. ക്രിസ്ത്യാനി ഇന്ന് എവിടെ നിൽക്കുന്നെന്നറിയോ? അജ്ഞതയിലാണ്. ഞാൻ ഇനി പറയുന്ന വാചകം മറക്കരുത്. നിന്നെ സൗഖ്യമാക്കുവാൻ ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് അറിയാൻ കഴിയാതെ പോകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിന്നെ സൗഖ്യമാക്കുവാൻ കാൽവറിയിൽ വെളിപ്പെട്ട ഒരരുമനാഥനുണ്ടെന്ന് നീ അറിയാതെ പോയാൽ നീ അജ്ഞതയിൽ ജീവിക്കുന്നവനാ. 2, നീ അഹന്തയിലാ. ചിലർക്കൊക്കെ ഇന്ന് കർത്താവ് നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ വലിയ പുച്ഛമാണ് അല്ലേ. കൊട്ടാരക്കര എന്നൊരു അച്ഛൻ വന്ന് കർത്താവ് സൗഖ്യമാക്കുമെന്ന് കൂടെ ഒക്കെ പറഞ്ഞാൽ ചിലർക്കെങ്കിലും അത് പുച്ഛമായി തോന്നാറുണ്ട്. ദൈവ വഴികളെക്കുറിച്ച് പുച്ഛമായി തോന്നുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഞാൻ ഈ രാത്രി 2 വാക്ക് പറയട്ടെ.
അഹന്ത നിന്റെ ഉള്ളിലും അജ്ഞത നിന്റെ നാവിലും. ദൈവപൈതലേ, ഈ രാത്രി തിരുത്തി പഠിക്കുവാൻ, 2 കൃപയുടെ പാഠങ്ങൾ പഠിക്കുവാൻ കർത്താവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇനി പറയുന്ന വാചകം ശ്രദ്ധിക്കുമല്ലോ. നിന്റെ പ്രശ്ന പരിഹാരത്തിനുള്ള വിനയം നീ സമ്പാദിച്ചേ മതിയാകുള്ളൂ. നയമാനെ, നിന്റെ സൗഖ്യത്തിനുള്ള വിനയം നീ സമ്പാദിച്ചേ മതിയാകുള്ളൂ. നയമാനെ ഒരു പടത്തിൽ ഞാൻ കാണിച്ചാൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമെന്നാണ് എൻ്റെ വിചാരം. കുതിരപ്പുറത്ത് കുഷ്ഠരോഗി. എങ്ങനെ ഇരിക്കും? കുതിരപ്പുറത്ത് കുഷ്ഠരോഗി. വേറുകാരോട് ഞാനൊരു വാക്കൂടെ ചേർത്തടി പറയട്ടെ. കഴുതപ്പുറത്ത് കർത്താവ്. 2 പടങ്ങളാണ് സഭയ്ക്കുള്ളത്. കുതിരപ്പുറത്ത് കുഷ്ഠരോഗി, കഴുതപ്പുറത്ത് എൻ്റെ കർത്താവ്. ഇനി പറയുന്ന വാചകം തെറ്റിദ്ധരിക്കരുത്. ആരെങ്കിലും കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അരുമനാഥൻ ഇപ്പോഴും കഴുതപ്പുറത്തിരിക്കുന്നത് കൊണ്ട് മറക്കല്ലേ. ആരെങ്കിലും ഉയരങ്ങളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കർത്താവ് ഇപ്പോഴും കഴുതപ്പുറത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ രാത്രി ദൈവജനത്തോട് ഞാനൊരു സ്തോത്രം പറയാൻ ആഗ്രഹിക്കട്ടെ. നിന്നെയും നിന്റെ തലമുറയെയും ഉയർത്തിയത് ആ കഴുതപ്പുറത്ത് കയറിയ കർത്താവ് മാത്രമാണ്. ഈ കൊച്ചു സഭയെ ഉയരങ്ങളിലേക്ക് ഉയർത്തിയത് കഴുതപ്പുറത്ത് കയറിയ യജമാനനാണ്. ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, നീ എത്ര കുതിരയുടെ പുറത്ത് കയറിയാലും അവനെ മറന്നു പോകാൻ പാടില്ല. ഇന്ന് നമുക്ക് സംഭവിക്കുന്ന അപജയം ഇവിടെയാണ്. അപ്പോൾ യോർദാനിൻ്റെ അരികിലേക്ക് പോകാൻ ഈ പാവപ്പെട്ട ഏലീശ ഉപദേശി നയമാനോട് പറഞ്ഞു. ആരോടാ? കുതിരപ്പുറത്തിരിക്കുന്നവനോട്. കഴുതപ്പുറത്തിരിക്കുന്നവൻ്റെ ശിഷ്യം പറയുക. എന്തോ പറഞ്ഞു? നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ. എനിക്ക് അവിടെ ഒരു കൊച്ചു കാര്യം പറയണമെന്നുണ്ട്. ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഈ ഏലീശ ഉപദേശിയോട് എനിക്ക് വലിയ ബഹുമാനം തോന്നിയിട്ടുണ്ട്. എൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ 1 കോടി രൂപയും കൊണ്ട് ഈ നയമാൻ വന്നിട്ട് ഏലീശ ഉപദേശി ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റത് പോലുമില്ല. ഈ കൺവെൻഷൻ കഴിയുമ്പോഴേ നിങ്ങളുടെ പള്ളികളിലെല്ലാം സൈഡ് റൂം ഉണ്ടെങ്കിൽ ഈ ഏലീശ ഉപദേശിയുടെ ഒരു കൊച്ചു ഫോട്ടോ വെച്ചേക്കണം. എന്താ അതോട് ബഹുമാനം തോന്നുന്നറിയോ? ധനവും മാനവും മഹത്വവും കണ്ടിട്ട് എഴുന്നേൽക്കാത്തൊരു മനുഷ്യൻ, 42 കിലോ ഭാരം. ഇന്ന് ഞങ്ങളെയൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ വലിയ പോക്കറ്റുമായിട്ട് ഞങ്ങൾ നിൽക്കുക. എന്തുവാ ഇതൊക്കെ? ഇത്രയും വലിപ്പം ഉണ്ടായത് അടുത്ത സമയത്താണ്. നേരത്തെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. കാരണം പണ്ടത്തെ ശമ്പളം 50 രൂപ ട്രസ്റ്റ് തരുമ്പോൾ കൊച്ച് എഴുതിയ 4 ലൈൻ ബുക്കിൻ്റെ ഒരു പേജ് കീറി 50 രൂപ ഇങ്ങനെ ചുരുട്ടിയാണ് തരുന്നത്. അതിന് ഇത്രയും വലിയ പോക്കറ്റ് വേണ്ട. നീളമുള്ള കവർ ഉണ്ടായതിന് ശേഷമാണ് ഇത്രയും വലിയ പോക്കറ്റുകൾ ഉണ്ടായത്. ഈ സഭ ഏലീശ ഉപദേശിയുടെ സഭയാണ്. ഈ സഭ ഏലീശ ഉപദേശിയുടെ ദർശനത്തിൽ വിശ്വസിക്കുന്ന സഭയാണ്. എൻ്റെ യജമാനൻ കഴുതപ്പുറത്ത് കയറിയവനാണെന്ന് മറന്നു പോകരുതേ. ഞങ്ങൾ ഈ മാർത്തോമാക്കാരെ കുറിച്ച് ഒരു വാക്കുകൂടെ ഇവിടെ പറയാം. നയമാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ അബാനയും പർപ്പരും ഉണ്ട്. 2 ശുദ്ധജല നദികളുണ്ട്. അവിടെ പോയി മുങ്ങിയാൽ പോരായോ എന്ന് ചോദിച്ചു. ഉപദേശിയൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ മാർത്തോമക്കാരാണെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡാണ്. ഞങ്ങൾ പറയുന്നത് എന്തറിയോ? ഉപദേശിയെ, വി ഹാവ് സ്വിമ്മിംഗ് പൂൾസ്.
എന്തോ എന്തോ ഞങ്ങൾക്ക് ഇവിടെ അത്ര ആയിട്ടില്ല അല്ലേ, കല്ലൊക്കെ ഇറക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ പണിത് കഴിഞ്ഞു കുറേ പേര്. എന്തുവാ? നീന്തൽ കുളങ്ങളുണ്ട്, അവിടെ പോയി മുങ്ങിയാ പോരായോ? എന്തിനാ യോർദാനിലെ കലക്ക വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നേ? ഉപദേശി അനങ്ങിയില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ക്രുദ്ധിച്ച് മടങ്ങുന്നു. ഇനി കേൾക്കുന്നവരോട് ഒരു വാക്ക്, നിന്റെ പ്രശ്നപരിഹാരത്തിനുള്ള വിനയം നീ സമ്പാദിച്ചേ മതിയാകുകയുള്ളൂ. 2 ആഴ്ച മുമ്പ് എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നത് 5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഒരപ്പനും അമ്മയും. എ ലേഡി ഇൻ ബ്ലൂ ജീൻസ്, നല്ല മോസ്റ്റ് മോഡേൺ ആണ്. ഭർത്താവെന്ന് വലിയ ജെന്റിൽമാനാണ്. 5 വയസ്സുള്ളൊരു സ്മാർട്ട് ബോയ്. കേസ് നിൽക്കുകയാണ് പത്തനംതിട്ട കുടുംബ കോടതിയിൽ. റാന്നിയിലൊരു അഡ്വക്കേറ്റ് പറഞ്ഞു, ഏതായാലും ഈ മാസം കേസ് വിധിക്കും, രണ്ടുപേരും പോകും. ഒരു പാവപ്പെട്ട അച്ഛനോടുണ്ട്, അച്ഛൻ്റെക്ക് ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞ് എൻ്റെ ഇരിക്കലേക്ക് പറഞ്ഞു വിട്ടു. ശരി, കയറിയിരിക്കുക. 1.5 മണിക്കൂർ സംസാരമൊക്കെ കഴിഞ്ഞു. ഞാൻ വലിയ പ്രതീക്ഷയിലാണ് അവരെ സ്വീകരിച്ചത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ തനിയെ കാണും. ഞാൻ പറഞ്ഞു, മോളെ കേസൊക്കെ എവിടെ നിൽക്കട്ടെ, നമുക്കിതൊന്ന് പരിഹരിക്കാനുള്ള വഴി കണ്ടുപിടിക്കും. അച്ഛൻ പറഞ്ഞ്, ഒരു പ്രശ്നമില്ല, ഒരു സോറി പറഞ്ഞ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സോറി എന്ന വാക്ക് പറഞ്ഞ് നമുക്ക് പുനരാരംഭിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ. ഭർത്താവിനെ വിളിച്ചു, നിങ്ങൾ സംസാരിക്കുക 20 മിനിറ്റ്. ശരി, സംസാരമെല്ലാം കഴിഞ്ഞു. നന്നായോ? നന്നായെന്നാണ് ഞാൻ വിചാരിച്ചേ. ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരാണല്ലോ നമ്മുടെ പുതിയ മോഡേൺ അമ്മമാർ. കയറിയിരുന്നു. ഇങ്ങനൊരു വാചകം എന്നോട് മറുപടി പറഞ്ഞു, ഫാദർ, ഐ ആം റിയലി സോറി ടു സേ സോറി. ഗ്രാമർ പഠിച്ചാലുള്ള ഗുണം അതാ. എന്തുവാ? എനിക്കൊരു സോറി പറയാൻ സോറി ഉണ്ടെന്നാ. തീർന്നില്ല. 5 വയസ്സുള്ള കുഞ്ഞിനെ അപ്പൻ്റെ മടിയിലേക്ക് തള്ളിയിട്ട് ഒരു വലിയ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവൾ കയറിയിരിക്കുമ്പോൾ ഈ 5 വയസ്സുള്ള കുഞ്ഞും അപ്പനും ഞാനും കൂടെ എൻ്റെ മുറിയുടെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുകയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ 50 വർഷം കൂടെ കുടുംബമായി ജീവിക്കുവാൻ കഴിയുമായിരുന്നു. ഈ രാത്രി ഏറ്റവും പുറകിലിരുന്ന് നിൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, നിൻ്റെ പ്രശ്നപരിഹാരത്തിനുള്ള വിനയം നീ സമ്പാദിച്ചേ മതിയാകുകയുള്ളൂ. ആ വലിയ ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ മതിയായ ദൈവമാണ്. എല്ലാവരും കൈയൊന്ന് ഉയർത്തിക്കേ. ഒരു സ്തോത്രം കർത്താവിന് പറ. കർത്താവേ, നിൻ്റെ കൃപയുടെ സന്നദ്ധിയിൽ എൻ്റെ പ്രശ്നപരിഹാരത്തിന് ഞാൻ തലകുനിക്കുകയാണ്, ഞാൻ വിനയപ്പെടുകയാണ്, ഞാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. നിൻ്റെ പ്രശ്നപരിഹാരം വിനയത്തിലൂടെ സാധിക്കും, സംശയിക്കേണ്ടതില്ല. സമയപരിമിതി ഉള്ളതുകൊണ്ട് 2 ദൂതുകൾ കൂടെ പറയണമല്ലോ. 3, സബ്മിറ്റ് യുവർ അൺഹോളി സ്പേസ് അൺടു ദ ലോർഡ്. നയമാനെ, നിനക്ക് സൗഖ്യമാകുവാൻ എന്ത് ചെയ്യണം? നിന്റെ അശുദ്ധിയുടെ ഇടങ്ങളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഞാൻ വന്നു ചേർന്നിരിക്കുന്നവരോട് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ കുടുംബങ്ങളെക്കുറിച്ച് ഏറ്റവും അടുത്ത സമയത്ത് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ ഒരു ഭക്തനായ മനുഷ്യൻ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്. ഇന്നത്തെ കുടുംബത്തെക്കുറിച്ച് അത് എഴുതിയിരിക്കുക, ഓൾ ഫാമിലീസ് ആർ ഹാവിങ്
ടോക്സിക് റിലേഷൻഷിപ്പ്. എല്ലാ വീടുകളിലും വിഷം കലർന്നുകൊണ്ടിരിക്കുകയാണ്. വിഷലിപ്തമാണ് വീടുകൾ. നയമാനെ, നിന്റെ അശുദ്ധിയുടെ ഇടങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ആ അശുദ്ധിയെക്കുറിച്ച് പറയാൻ പോയാൽ പറഞ്ഞു തീരുന്നില്ല. നിന്നെ കർത്താവ് വിളിക്കുക. 3 കാര്യങ്ങൾ നീ ചെയ്യണം. അനുസരണത്തിലൂടെയാണ് ദൈവം നമ്പുരാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നത്. എന്തുവാ? അനുസരണം. 3 അനുസരണമാണ് നയമാനോട് ഏലീശ പറഞ്ഞത്. 1, obey the Lord, obey the word of God, obey the man of God. അനുസരണത്തിൻ്റെ 3 വഴിയാ. എന്തുവാ? യഹോവയെ അനുസരിക്കണം. പിന്നെ യഹോവ പറഞ്ഞ വചനത്തെ അനുസരിക്കണം. വചനം പറഞ്ഞ മനുഷ്യനെ അനുസരിക്കണം. വചനം വീണ്ടും ആവർത്തിച്ചു. എന്താ? നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക. ഒന്നാമത് പറഞ്ഞു, രണ്ടാമതൊന്നുകൂടെ. ഞാൻ വളരെ ലളിതമായൊരു വാചകം നിങ്ങളോട് പറയട്ടെ. 70ാമത് കൺവെൻഷനല്ലേ വന്നു ചേർന്നവരെ, എവിടെയെങ്കിലും ഒരു വചനം നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു നാളും നീ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഒരച്ഛനും വന്ന് ഇത് തന്നെ പറഞ്ഞില്ലേ, എങ്കിൽ നീ ഇന്ന് തലകുനിച്ചിട്ടേ മടങ്ങിപ്പോകാൻ അനുവാദമുള്ളൂ. വചനം ആവർത്തിക്കുന്നിടത്ത് ഒരനുസരണം സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ഇതാ നിനക്ക് തലകുനിപ്പാൻ ഒരവസരം കർത്താവ് തരികയാണ്. എന്തുവാ? യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക എന്ന് പറഞ്ഞ അർത്ഥം? ഞാൻ ചോദിക്കട്ടെ, വേറെ ഉത്തരം പറയണം. എന്തിനാ ഈ പുള്ളിയോട് 7 പ്രാവശ്യം മുങ്ങണമെന്നൊക്കെ പറഞ്ഞേ? വല്ല പിടിയുണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന ഇതാ, ചിലരൊക്കെ ഈ കുതിരപ്പുറത്ത് കയറി ഇരുന്നിരുന്ന് എന്തോ വല്ലാതെ അങ്ങ് നിവർന്നു പോയിട്ടുണ്ട്. പിടികിട്ടില്ലേ? അപ്പം ഈ തല യോർദാനിൽ മുങ്ങണമെങ്കിൽ എന്തോ കേട്ടില്ല. അപ്പോൾ കൊയറുകാർ എത്ര പ്രാവശ്യം കുനിഞ്ഞായി യോർദാനിൽ മുങ്ങാം? നിങ്ങൾ അച്ഛന്മാരെ നോക്കിയിട്ടായിരിക്കും ചിലപ്പം പറയുന്നല്ലേ, ഇവരൊക്കെ എത്രമാത്രം മുങ്ങണം കുനിയണമെന്നുള്ളതാ. തർക്കിക്കേണ്ട. ഒരു കാര്യം ഉറപ്പാ, മെത്രാച്ചൻ മുതൽ കൊയറുകാർ വരെ വല്ലാതെ നേരെയായി പോയിട്ടുണ്ട്. ഈ സഭയ്ക്ക് വീണ്ടെടുപ്പുണ്ടാകുന്നത് നീ തലകുനിക്കുമ്പോഴാണ്. മറക്കല്ലേ. യോർദാനെ, നിന്നെ വിളിക്കുകയാണ്. 7 പ്രാവശ്യം മുങ്ങുക. എന്തോ ഈ മുങ്ങുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു വ്യാഖ്യാനം പറയാം. യു ഹാവ് ടു ബിഗിൻ ന്യൂ സ്പിരിച്വൽ എക്സസൈസസ്. നയമാനെ, നിനക്ക് സൗഖ്യമുണ്ടാകാൻ പോകുന്നത് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില ആധ്യാത്മിക വ്യായാമങ്ങളെ നീ പുനരാരംഭിക്കുമ്പോഴാണ്. സഭയെ, ദൈവപൈതലെ, ഹോള് നിറഞ്ഞു കവിഞ്ഞ് കൺവെൻഷൻ കേട്ട ഈ ഗ്രൗണ്ടിൽ ഒരു പ്രഥമ രാത്രിയിൽ കസേര ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ സൂചന എന്താണെന്നറിയാമോ? നമ്മൾ ഇതിൽ നിന്നൊക്കെ വളരെ അകലെയായി പോയി എന്നാണ്. പിടികിട്ടിയോ? പ്രാർത്ഥിക്കുന്ന വീടും വചനം ധ്യാനിക്കുന്ന ഭവനവും മുട്ടുമടങ്ങി നിന്ന് സ്തോത്രം പറയുന്നവരും ഒരു മെത്രാച്ചനെ കണ്ടാൽ ആ കൈ എൻ്റെ തലയിലേക്ക് വയ്ക്കെന്ന് പറയുന്ന ദൈവമക്കളുടെ ഈ എണ്ണം കുറയുന്നു.
കുറയുന്നു. അതിൻ്റെ സൂചനയാണിത്. ഞാൻ വളരെ ലളിതമായി പറയട്ടെ, പാടിയ കൊയറുകാരെ, ഈ രാത്രി ദൈവശബ്ദം കേട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ സഭയ്ക്ക് വീണ്ടെടുപ്പുണ്ടാകാൻ മുട്ടിന്മേൽ നിൽക്കുന്നവരും തലകുനിക്കുന്നവരും കണ്ണുനീരൊഴുക്കുന്നവരും കൊണ്ടേ സാധ്യമാകുകയുള്ളൂ. പ്രാർത്ഥനാമുറികൾ തകർന്നു പോയാൽ ഒരു സൗഖ്യവും അവിടെ നിൽക്കുകയില്ല. ഞാൻ വെരി പേഴ്സണലായിട്ടൊരു കൊച്ചു കാര്യം പറയാം. ഇച്ചിരി പഴയ കാര്യമാണെന്ന് കരുതിക്കൊള്ളുക. ഞാൻ നിങ്ങളോട് രാത്രി സുവിശേഷിക്കുമ്പം ഞാൻ വന്ന വീട്, ഞങ്ങൾ 3 ആൺകുഞ്ഞുങ്ങളാണ്. അച്ചായൻ മരിച്ചിട്ട് 15 വർഷം, അമ്മയുണ്ട് 82 വയസ്സ്. ഒരിക്കൽ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. പാട്ടെടുത്തു വെക്കുന്ന ഞാനാ. തൊട്ടനിയൻ പഴയ നിയമം വായിക്കും, ഇളയ അനിയൻ സങ്കീർത്തനം വായിക്കും. അച്ചായൻ്റെ ഒരു ധ്യാന പുസ്തകമുണ്ട്, അദ്ദേഹം അത് 10 വരി വായിച്ച് കേൾപ്പിക്കും. ആരെല്ലാം പ്രാർത്ഥിച്ചാലും അമ്മയ്ക്ക് പ്രാർത്ഥിക്കണം. അത് സ്ത്രീ സമാജത്തിൻ്റെ പങ്കുകാരിയായതുകൊണ്ട് ഉള്ളൊരു കുഴപ്പമാണ്. ഗ്രാമറൊക്കെ വെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അവർ വേണം. അതങ്ങ് സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരിക്കൽ പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 2ാമത്തെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അനിയൻ എൻ്റെ അവസാനത്തെ പാട്ടിൻ്റെ വരി പാടിക്കൊണ്ട് എൻ്റെ കാലയിലോട്ട് ഞോണ്ടി. എന്നിട്ട് ചോദിച്ചു, ജജ ഇന്ന് വായിക്കേണ്ട പുസ്തകം രാജാക്കന്മാരുടെ 2ാം പുസ്തകം 7ാം അധ്യായമാണ്, 3.5 പേജുണ്ട്, ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമില്ലത്, എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവനോട് ചെവി പറഞ്ഞു, വായിച്ചു തീർന്നാലേ അടുക്കളയുടെ കുറ്റി എടുക്കത്തുള്ളൂ, വല്ലതും കഴിക്കണ്ടേ. പക്ഷെ ഇന്ന് CSIക്കാർക്കൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം മക്കളെല്ലാം തട്ടുകടയിൽ നിന്ന് പുട്ടടിച്ചിട്ടിഞ്ഞ് പോരുക. അടുക്കളയിലൊന്നും വേണ്ടല്ലോ, സുരേന്ദ്രൻ്റെ തട്ടുകടയിൽ നിന്ന് പുട്ടും അടിച്ചിട്ടിഞ്ഞ് പോരുക. 11:30 ബൈക്കിൽ വന്നിറങ്ങുന്നു. അപ്പോഴത്തേക്കും വീട്ടിൽ മിക്കവാറും എല്ലാവരും 2ാമത്തെ ഉറക്കത്തിലേക്ക് കടന്നു. മോൻ വന്നെന്നങ്ങ് ഓർത്തോളുക. എന്നോട് ക്ഷമിക്കണം കേട്ടോ, തീർന്നില്ല. അമ്മ ആരായിരുന്നറിയാവോ? പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ വലതുവശത്തോട്ടിരുത്തും. എന്നിട്ടെന്താ പറയും, നീ അവിടെ ഇരുന്നോണം, ശ്രദ്ധിച്ച് പ്രാർത്ഥന കേൾക്കണം. പ്രാർത്ഥനയ്ക്കാൻ തുടങ്ങുമ്പോൾ അമ്മയ്ക്കൊരു ചെറിയ ശീലമുണ്ട്, ഈ കണ്ണാടിയൊക്കെ അങ്ങ് എടുത്ത് കളയും സ്പീഡ് കൂടുമ്പം. നെറ്റിയിലെ വേർപ്പും കണ്ണുനീരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒഴുകുകയാണ്. കൂടെ കൂടെ ഇതിങ്ങനെ പിടിച്ച് ഇവിടോട്ട് കുടയും. ഇതെല്ലാം എൻ്റെ മേളിലാണ് വീഴുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് കൂടുമ്പോൾ ഈ തള്ളവിരൽ കൊണ്ട് ഈ കാലയിലോട്ടൊരു ഞെക്കും. എന്തുവാ സ്പീഡ് കൂടല്ല. കഥ പറയാൻ സമയമില്ല. ഏറ്റവും പുറകിലിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇവിടെ ഈ രാത്രി നിൽക്കാൻ ഇടയായത് ഒരു മെത്രാച്ചനിത് വാഴ്ത്തി തന്നിട്ട് 33 വർഷമായി. അതിൻ്റെ മഹത്വം കൊണ്ടല്ല, ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മ കണ്ണുനീര് കൊണ്ട് തുന്നിത്തന്ന ഒരു കുപ്പായം ഉള്ളിലുള്ളത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിൻ്റെ ജീവിതത്തിൻ്റെ സൗഖ്യം നീ മുടക്കിക്കളഞ്ഞ ആധ്യാത്മീയ വ്യായാമങ്ങളിൽ ഉടക്കിക്കിടക്കുകയാണ്. ഈ രാത്രി തിരികെ പോകുമ്പോൾ കർത്താവിനോടൊരു കൂപ്പുകൈ കൊടുത്തിട്ട് പോകണം. കർത്താവേ, നിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതെല്ലാം നീ എനിക്ക് കരുതി തന്നിട്ടുണ്ട്. ചില ആധ്യാത്മീയ വ്യായാമങ്ങൾ ആരംഭിച്ച് എൻ്റെ വീടിനെ വീണ്ടെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ മുമ്പിലിരിക്കുന്ന യൗവനക്കാരായ ഗായക സംഘങ്ങളോട് ഞാൻ പറയട്ടെ, ഒറ്റയ്ക്ക് മുറിയിൽ വാതിലടയ്ക്കുന്നതിന് മുമ്പേ ഈ വൈദികർ ത്രോണോസിൽ പിടിച്ച് എഴുന്നേൽക്കുന്നത് പോലെ മക്കളെ വല്ലപ്പോഴുമെങ്കിലും ആ കട്ടിലിൻ്റെ അരികിൽ ഒന്ന് മുട്ടുകുത്തി ഒരു സ്ലീബ വരച്ച് എഴുന്നേൽക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്.
ആധ്യാത്മിക വ്യായാമങ്ങളിൽ ഈ സഭ അനുഗ്രഹിക്കപ്പെടും. ദൈവമേ, ഈ രാത്രി എൻ്റെ ഭവനത്തെ അങ്ങനെ വീണ്ടെടുക്കുവാൻ നീ എനിക്ക് ബലം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നയമാനെ, നീ 7 പ്രാവശ്യം മുങ്ങുന്നതിലൂടെ ഓരോ പ്രാവശ്യവും പുതിയ ആധ്യാത്മിക വ്യായാമങ്ങളിലേക്ക് നീ തിരികെ വരുന്നു. ദൈവം തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ അവസാനിപ്പിക്കണം. 4 minutes. 4ാമത്തെ ദൂത്, വിശ്വാസത്തിൻ്റെ വിശുദ്ധ ഭൂമിയെ സൃഷ്ടിക്കുക. Create a holy space within you. നയമാനെ, നിനക്ക് തൊലിയിലുള്ള സൗഖ്യമല്ല, നിന്റെ അന്തരംഗത്തിൽ ഒരു വിശുദ്ധിയുടെ വിളനിലമുണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥ സൗഖ്യം എന്താണ് എന്ന് നയമാനെ പഠിപ്പിക്കുകയാണ്. ഇനി 3-4 കൊച്ചുവാചകങ്ങൾ പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. മാനസാന്തരപ്പെട്ടവൻ്റെ രൂപവും ഭാവവും വ്യത്യാസമാണ്. എന്തുവാ? മാനസാന്തരപ്പെട്ടവൻ്റെ രൂപവും ഉള്ളിലെ ഭാവവും വ്യത്യാസമാണ്. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. മാനസാന്തരപ്പെട്ടോ നയമാൻ? പെട്ടു. എങ്ങനെ? ഉപദേശി പറഞ്ഞത് മുങ്ങിയിട്ടങ്ങ് പോവാനാ, പക്ഷെ പോയില്ല. 25 കിലോമീറ്റർ റിട്ടേൺ ജേണി നടത്തി. എവിടെ വന്നു? ഈ ഏലീശ ഉപദേശിയുടെ വീടിൻ്റെ അരികിൽ വന്ന് ഒരു കൊച്ചു വാക്ക്, തല കുനിച്ച് നിന്നു. എവിടാ കുനിഞ്ഞത്? യോർദാനിൽ കുനിഞ്ഞതുകൊണ്ട് ഉപദേശിയുടെ മുമ്പിൽ കുനിയുന്നതിന് ഞാൻ ഈ